നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കോഴി പാർട്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് വേവുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വിസിലടിച്ച് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വൃത്തിയാക്കി വെച്ച കോഴി പാർട്സ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അത് കുക്കറിൽ കിടന്ന് വേവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യമായ ഉള്ളി, തക്കാളി, ചെറിയുള്ളി, ഇതിൽ കൂടുതലായിട്ട് ചെറിയുള്ളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഇതേ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മളതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയുള്ളി നന്നായിട്ട് ഇളക്കി ഒന്ന് പാകമായി വരുമ്പം പിന്നെയാണ് നമ്മളതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെല്ലുള്ളീൻ്റെ കൂടെ തന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് പെട്ടെന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും കൂടിയാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പിന്നെ മസാലകൾ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കി ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാർട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുക്കറിൽ വേവിച്ച് വെച്ച പാർട്സ് ആ വെള്ളത്തോടു കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ പിന്നെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതൊരു വരട്ടി പോലെയാണ് വെക്കുന്നത്. പിന്നെ നമ്മളതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബാക്കി ഭാഗങ്ങളൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കക്കും മുട്ടയൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് നന്നായി അടച്ച് വെച്ച് വേവിക്കാൻ കേട്ടോ. ആവി കിടന്ന് തന്നെ അത് വേവും. ഇതിൽ കൂടുതലായിട്ട് വെള്ളമൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ പാർട്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് സെറ്റായി. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ പാർട്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടും ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.